सबको आदाब। 9वीं जमात के तीसरे क्लास में आप सबका इस्तकबाल करता हूँ। 9वीं जमात का पहला यूनिट है आदमी आदमी के काम आए। इसका पहला सबक है दिल की आँखें। दिल की आँखें नाज़ा ജംഷിദ്പുരി की ദുആയ നസം है। ദിൽ കി ആംഖേം എന്ന പാഠഭാഗത്തിലെ ചില ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്നു. അവയുടെ ഉത്തരം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. നമുക്കവ ഒന്ന് പരിശോധിക്കാം. ഭഗവാൻ ദാസ് ക്യോം പരേശാൻ ഹെ? जाल फेंकते फेंकते वो थक गया था, लेकिन एक मछली भी उसके जाल में न फंसी। सुबह दोपहर में और दोपहर शाम में ढलने लगी। चारों तरफ अंधेरा छाने लगा, इसलिए ഭഗവാൻ ദാസ് പരേശാൻ ഹെ. വൈകുന്നേരം വരെ വല വീശിയിട്ടും മത്സ്യം കിട്ടാത്ത സങ്കടം കൊണ്ടാണ് ഭഗവാൻ ദാസ് എന്ത് ചെയ്യുന്നത്? ഭഗവാൻ ദാസ് പരേശാൻ ഹെ. ഏക് ബി മछली नहीं मिली तो ഭഗവാൻ ദാസ് ക്യാ സോച്നെ ലഗ? ഒറ്റ മത്സ്യവും ഭഗവാൻ ദാസിന് കിട്ടിയില്ല അല്ലേ? वो क्या सोचने लगा? എന്താണ് അപ്പോൾ അദ്ദേഹം ആലോചിക്കാൻ തുടങ്ങിയത്? अये भगवान, आज ये क्या हुआ? मैं क्या करूं? माँ के लिए दवा कैसे ख़रीदूं? बेटी सावित्री की इम्तिहान की फ़ीस कैसे अदा करूं? ഭഗവാൻ ദാസ് സോച്നെ ലഗ. അമ്മയ്ക്ക് എങ്ങനെ മരുന്ന് വാങ്ങും? മകളുടെ ഫീസ് എങ്ങനെ അടക്കും? ഈ ആകുലതയിലായിരുന്നു ആരുണ്ടായിരുന്നത്? ഹമാര ഭഗവാൻ ദാസ്. भगवान दास घर पहुँचे तो बीवी और बेटी क्या कर रही थी? भगवान दास घर पहुँचे तो बीवी और बेटी दिया जलाकर पूजा कर रही थी. വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. भगवान दास की बेटी का नाम क्या है? अच्छा, भगवान दास की बेटी का नाम सावित्री है. भगवान दास की बीवी का नाम क्या है? भगवान दास की बीवी का नाम भागमती है. नज़म दिल की आँखें किसने लिखी? नाज़ान जमशिदपुरी ने लिखी है. शायर कहता है गुलशन में तेरा रंग है. गुलशन में किसका रंग है? गुलशन में खुदा का रंग है. അടുത്ത ചോദ്യം, ഗുൽഷൻ में किसकी बू है? ആരുടെ സുഗന്ധമാണ്? गुलशन में खुदा की बू है. शायर खुदा से क्या दुआ करता है? എന്താണ് പ്രാർത്ഥിക്കുന്നത്? യാ റബ്ബ് അപ്നെ ജൽവോം സെ യേ ദിൽ ഭി ജഗ്മഗാ ദേ. നിൻ്റെ പ്രഭ കൊണ്ട് എൻ്റെ ഹൃദയത്തെയും നീ പ്രകാശിപ്പിക്കണേ. ഖുദാ സെ മിൽനെ കെ ലിയെ ഹം ക്യാ കരേ? ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് ഷായർ പറയുന്നത്? ദിൽ കി ആംഖേ ഖോൽ കർ ദേഖ്നാ ഹെ. ഹൃദയത്തിൻ്റെ കണ്ണ് തുറന്ന് നോക്കണം. ദിൽ കി ആംഖേ ഖോൽ കർ ദേഖ്നാ ഹെ. ഹെ തോ ഖുദാ ഹമാരെ രോബരു ഹെ. അപ്പോൾ ദൈവം നമ്മുടെ മുന്നിൽ തന്നെ പ്രത്യക്ഷപ്പെടും. हमने नज़म तरन्नुम से गाई और नज़म के मफ़हूम पर चर्चा किया और सवालों के ജവാബ് ലിഖെ. അല്ലേ? ഈ പാഠഭാഗം നമ്മൾ ഈ കവിത മനോഹരമായി ഈണത്തിൽ ചൊല്ലി അതോടൊപ്പം ഇതിൻ്റെ ആശയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഈ കവിതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരവും നമ്മൾ എഴുതി. അല്ലേ? ഇനി നമുക്ക് ഇസ്കാ മഫ്ഹൂം കൈസെ ലിഖെ, ആശയം എങ്ങനെയാണ് എഴുതുക എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഗുൽഷൻ മേ രംഗ് തേരാ ഹർ ഗുൽ മേ തേരി ബൂ ഹെ ഹർ സമത് തേരാ ജൽവ ഹർ ഷേ മേ തൂ ഹി തൂ ഹെ. ഇസ് ഷേർ മേ ഷായർ ഖുദാ സെ കഹ്താ ഹെ ऐ खुदा गुलशन में तेरा रंग है, हर गुल में तेरी बू है, हर समत तेरा जलवा है और हर शे में सिर्फ तू ही तू है. यहाँ शायर ये बयान करता है गुलशन के फूलों में फूलों की खुशबू में हर जगह हर चीज़ में खुदा का जलवा देख सकते हैं.
शायर क्या कहता है? हर चीज़ में तेरा ജൽവ देख सकते हैं. എല്ലാ വസ്തുക്കളിലും ദൈവത്തിൻ്റെ ജൽവ നമുക്ക് കാണാൻ സാധിക്കും. जिसकी हो कोई हैजत तुझसे ही मांगता है, मोहताज भी तेरा है, हैजत रवा भी तू है. इस शेर में शायर खुदा से कहता है, ए खुदा, ज़िंदगी में किसी को कोई हैजत हो तो वो तुझसे मांगता है. ജിന്ദഗി മേ കിസിക്കോ കോയി ഹാജത്ത് ഹോത്തോ, ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ വോ തുജ്സെ മാംഗത്താ ഹെ, നിന്നോട് ചോദിക്കുന്നു. തെരാ മഹ്താജ് ഹെ, ഹമാരി ഹാജത്ത് പൂരാ കർണേ വാല തൂ ഹി തൂ ഹെ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നവൻ തൂ ഹി തൂ ഹെ, നീയാണ് അല്ലേ. ഷായർ ഇസ് ഷെർ മേ യെ ബയാൻ കർത്താ ഹെ, ഹം അപ്നി ഹാജത്ത് ഖുദാ സെ മാംഗത്തെ ഹെ, हम खुदा का मोहताज है, खुदा का റഹം ചാഹത്തെ ഹേ, ഖുദാ കാ റഹം ചാഹത്തെ ഹേ, ദൈവത്തിൻ്റെ കാരുണ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹാജത്ത് പൂരാ കർണേ വാലാ ഹേ, ഖുദാ ഹാജത്ത് പൂരാ കർണേ വാലാ ഹേ, ആവശ്യങ്ങൾ നിറവേറ്റുന്നവൻ ഖുദയാണ്. സബ് പർ റഹം കർണേ വാലാ ഹേ, എല്ലാത്തിലും റഹം കർണേ വാല, കരുണ ചെയ്യുന്നവൻ. ജൽവോം സെ അപ്നെ യാ റബ്ബ് ये दिल भी जगमगा दे, मुझको अज़ल से तेरे जलवों की आरज़ू है. शायर क्या कहता है? ए खुदा, तू अपने जलवों से मेरे दिल भी जगमगा दे, നിൻ്റെ ജൽവ കൊണ്ട് എൻ്റെ ഹൃദയം എന്ത് ചെയ്യണേ? ജഗമഗാതെ, പ്രകാശിപ്പിക്കണേ. മുझे पहले से ही तेरे जलवा देखने की आरज़ू है, मुझे पहले से ही, എനിക്ക് പണ്ട് മുതൽക്കേ, ആദ്യം മുതലേ, തേരെ ജൽവ ദേഖ്നേക്ക് ആർസു ഹേ, നിൻ്റെ ജൽവ കാണാനുള്ള ആഗ്രഹമുണ്ട്. ഷായർ ഈ ഷെർ മേ യെ ബയാൻ കർത്താ ഹേ, കവി ഇതിൽ വിവരിക്കുന്നത് ഖുദാ കാ ജൽവ യാനി റോഷനി സെ മേരെ ദിൽ ബി റോഷൻ കർ ദേ, ഖുദാ കാ ജൽവ യാനി റോഷനി സെ, ദൈവത്തിൻ്റെ പ്രഭ അഥവാ പ്രകാശം കൊണ്ട്, മേരെ ദിൽ ബി റോഷൻ കർ ദേ, എൻ്റെ ഹൃദയവും പ്രകാശിപ്പിക്കണേ. അപ്നി റഹ്മത്ത് സെ മേരെ ദിൽ കോ ബി നേക്ക് ബനാ ദേ, ഖുദ അപ്നി റഹ്മത്ത് സെ, തൻ്റെ കാരുണ്യം കൊണ്ട്, മേരെ ദിൽ കോ ഭി, എൻ്റെ ഹൃദയത്തെയും, നേക്ക് ബനാദേ, നന്മയുള്ളതാക്കി മാറ്റട്ടെ. ഷായർ ഖുദാ കാ ജൽവ ദേഖ്ന ചാഹ്താ ഹെ, ഖുദാ കോ ദേഖ്ന ചാഹ്താ ഹെ, ദൈവത്തിൻ്റെ പ്രഭയും അതുപോലെ തന്നെ ദൈവത്തെയും ഒക്കെ കാണാൻ കവി ആഗ്രഹിക്കുന്നു. ദുനിയായ രംഗോ ഭൂസെ മുജ്കോ ഗറസ് ഹി ക്യാ ഹെ, तेरी ही जुस्तजू है, तेरी ही आरज़ू है. शायर इस शेर में कहता है कि इस दुनिया के रंग व बू से मुझे कोई गरज नहीं है. ഈ ലോകത്തിലെ രംഗ് വബു, നിറവും മണവും, യാനി ഇസ് ദുനിയാക്കി ഞാമത്തെ, ഈ ലോകത്തെ അനുഗ്രഹങ്ങളും സുഖാഡംബരങ്ങളും ഒക്കെ അല്ലേ, കൊയ് ഗറസ് നഹി, അതൊന്നും എനിക്ക് ആവശ്യമില്ല. മുझे സിർഫ് തേരി ഹി ജുസ്തജു ഹെ ഓർ തേരി ഹി ആർസു ഹെ, എനിക്ക് തേരി ഹി ജുസ്തജു ഹെ, നിന്നെ അന്വേഷിച്ചാണ് ഞാൻ നടക്കുന്നത്, തേരി ഹി ആർസു ഹെ, നിന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഷായർ യെ ബയാൻ കർത്താ ഹെ, മുझे ഇസ് ദുനിയാ കി രംഗ് വ ബൂ കി ജറൂറത്ത് നഹി ഹെ, വ ഖുദാ കോ ഢൂണ്ഡ്താ ഹെ. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഖുദാ കോ ഢൂണ്ഡ്താ ഹെ, ദൈവത്തെ അന്വേഷിക്കുകയാണ്. जिसके लिए तो नाज़ान दर दर भटक रहा है, ले खोल दिल की आंखें वो तेरे रूबरू है. इस शेर में शायर अपने आप से कहता है, ए नाज़ान, तू किसके लिए दर दर भटक रहा है, तू अपने दिल की आंखें खोल कर देख वो तेरे रूबरू है. അവസാനത്തെ ഈ ഷീറിൽ കവി തന്നോട് തന്നെ പറയുകയാണ് അല്ലേ. ഈ ഷീർമേ ഷായർ അപ്നെ ആപ്സെ, തന്നോട് തന്നെ പറയുകയാണ്. എന്താണ്? എ നാസാൻ തു കിസ് കെ ലിയെ ധർ ധർ ഭടക് രഹാ ഹെ, നീ എന്തിനു വേണ്ടിയാണോ ധർ ധർ ഭടക് രഹാ ഹെ, എല്ലായിടത്തും അലയുന്നത്. എന്തിനാണ് കവി അലയുന്നത്? ഖുദാ കോ ദേഖ്നെ കെ ലിയെ, കഴിഞ്ഞ വരിയിൽ നമ്മൾ പറഞ്ഞു അല്ലേ, ദൈവത്തെ കാണാൻ വേണ്ടിയിട്ടാണ് അലയുന്നത്. അപ്പോൾ കവി തന്നോട് തന്നെ പറയുന്നത് ദർ ധർ ഭട്ടക്കനേക്ക് ജറൂരത്ത് നഹി, അങ്ങനെ അലയേണ്ട ആവശ്യമില്ല. ദിൽ കി ആംഖേം ഖോലെ തോ, ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറക്കുകയാണെങ്കിൽ വോ തേരെ രോബരു ഹെ, ഖുദ നമ്മുടെ രോബരു ഹെ, മുന്നിൽ തന്നെയുണ്ട്, ഹമാരെ സാംനെ ഹെ.
നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നാൽ നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ? പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ദുഃഖിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഖുദാ ഹമാരെ രൂബരു ഹേ, ദൈവം നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും അല്ലേ എന്നാണ് ഷായർ ഈ വരിയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കവിതയുടെ ആശയം പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിതെല്ലാം നന്നായി ശ്രവിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എല്ലാ ഷെയറിൻ്റെയും ആശയം എഴുതുകയും ചെയ്യുക. അഗലെ ക്ലാസ് മേ ഹം ഫിർ മിലേംഗെ. ശുക്രിയ. ഖുദാ ഹാഫിസ്.